ചോറ് കുറച്ച് വിളമ്പിട്ടുള്ളൂ. പിന്നെ ചോറ് വിളമ്പുന്നവർക്കാണ് കറി. കറി പയർ. പയറൊക്കെ എല്ലാവർക്കും ഒരേപോലെ കൊടുത്താൽ ചോറ് കൊടുക്കണ്ടേ? അപ്പൊ വേറെ ചോറ് ആരെയും കഴിക്കും. അപ്പൊ ആവശ്യമാണ് ഇപ്പൊ വിളമ്പിക്കുന്നത് എല്ലാവർക്കും പോലെ. അപ്പൊ ചോറ് കഴിക്കുവോ? ഇപ്പൊ എന്നിട്ട് ചോറ് കുറച്ചുകൂടെ ഇട്ടേക്കാം. നീ അതേ മുട്ട പൊരിക്കും. എല്ലാത്തിലും കൈയിട്ട് വരല്ലേ നിർത്ത്. ഹലോ ബിഗ് ബോസ്. ഇപ്പം അനുമോള് ആദില എല്ലാവരുമായിട്ട് അടുക്കളയിൽ കിടന്ന് പൊരിഞ്ഞൊരു അടി നടന്നിട്ടുണ്ട്. സെയിം എനിക്ക് അനുമോള് പറഞ്ഞത് കുറച്ച് കാര്യമായിട്ട് തോന്നി. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറ. ഓക്കെ, മുട്ട പൊരിക്കും. എല്ലാത്തിലും കൈയിട്ട് വരല്ലേ നിർത്ത്. ഞാൻ വിളമ്പിക്കൊള്ളാം. നീ പോയി മുട്ട ഉണ്ടാക്കത്തല്ലേ? ഞാൻ വിളമ്പാക്കല്ലേ? ഞാൻ വിളമ്പിയാണ് ചോറ് തന്നെ വീഴുന്നത്. അങ്ങനെ സംസാരിക്കുന്നത് എല്ലാവർക്കും വിളമ്പണ്ടേ? ഇതിന്റെ കാണിച്ചുകൂട്ടലൊന്നുമില്ലേ? ഒരു കാര്യം ചെയ്യും. പെട്ടിലമ്മ ചമയാൻ വന്നേക്കണേ. പെട്ടിലമ്മ അല്ല, ഒരുപോലെ കൊടുക്കണം നാടകം. അത് ഞാൻ അറിയാം, എനിക്ക് കൊടുക്കാനും അറിയാം. അപ്പൊ ഞങ്ങളുടെ വായിലോട്ട് എന്റെ കൂടെ എടുത്തിട്ട് അന്നാക്കിയിട്ട് നീ കുറച്ച് വെള്ളം കുടിച്ച് ഇറക്കും. ഇതിപ്പോ മുട്ടലാണെങ്കിൽ വീട്ടിൽ അനു പറഞ്ഞതിൽ കാര്യമില്ലേ? കാരണം ചോറ് ആരും വെറുതെ കഴിക്കത്തില്ല. ഇപ്പം ഒരു റൗണ്ട് ചോറ് എടുത്തിട്ട് പോയ ആൾക്കാർ രണ്ടാമത്തെ റൗണ്ടില് ചോറ് എടുക്കാൻ വരുമ്പോൾ അവര് കറിയും കൂടെ എടുത്തിട്ടാണ് പോകുന്നത്. അത് വെച്ചിട്ടായിരിക്കണം അനു ചോറിന് കൂടെ കറിയും കൂടെ അവിടെ വെച്ചത്. അതിനാണ് ഇത്രയും വലിയ പ്രശ്നം ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാ അവിടെ നടക്കുന്നതെന്നറിയോ? പാത്രങ്ങൾ പിടിച്ച് വാങ്ങിക്കുന്നു, പരസ്പരം തല്ലി പിടിക്കുന്നു. ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെറുതെ ചോറ് കഴിക്കുവോ? അവിടെ ഒരു കറിയേ ഉള്ളൂ. എന്താ പറയുമ്പോഴും ഈ കിച്ചണിന്റെ ഇഷ്യൂ വരുമ്പോ ആദ്യം അനുമോള് ചെയ്ത ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങി പോവാ. അതിന്റെ ആവശ്യമില്ല. എന്താ പറയുമ്പോഴും ഒരുമാതിരി തോറ്റോടുന്ന പോലെയാണ് അനുമോള് ഞാൻ ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞ് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്തിനാണോ എന്തോ. ഇവിടെ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കറി എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പോകണം. രണ്ടാമത്തെ റൗണ്ട് ചോറ് എടുക്കുന്നവര് കറി ബാക്കി വെച്ചോളും. അങ്ങനെ വെക്കുന്ന ആൾക്കാരുണ്ടോന്ന് എനിക്കറിയത്തില്ല. പകുതി പേരും ചെയ്യുന്നത് ഉള്ള ചോറിന്റെ കൂടെ ആദ്യം ഉള്ളത് മൊത്തം കഴിക്കും കറി, പിന്നെയാണ് ഒരു രണ്ടാം റൗണ്ട് ചോറും അതിന്റെ കൂടെ കറിയും എടുക്കുന്നത്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ആതിരയുടെ ചില സമയത്ത് സ്വഭാവം കാണുമ്പോ ആർക്കാണേലും ദേഷ്യം വരും. പട്ടായ തേങ്ങ കൊല എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ ഒരുമിച്ച് നടന്ന് ഇപ്പം തല്ലി പിരിയേണ്ട അവസ്ഥ വരെ എത്തി. കളിക്കാൻ വന്നേക്കുന്നത് ഉണ്ടാക്കി തരുകയും ചെയ്യും, അത് കഴിപ്പിക്കാതിരിക്കാൻ നോക്കുകയും ചെയ്യുന്നു. അവസ്ഥ. അനുമോൾ എപ്പൊ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു വഴക്ക് നടക്കാറുണ്ട്. സത്യമാണ്. അനുമോൾ എപ്പൊ കിച്ചണിൽ കയറുന്നോ എന്തായാലും അവിടെ ഒരു അടി ഉണ്ടാവും. ഈ കൊറേ തിന്നുന്ന ആണുങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കും എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അനീഷിനെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു അത് പറഞ്ഞേക്കുന്നത്. ചോറിന് ആവശ്യത്തിന് കൂടുതൽ ഞാൻ പയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും ഞാൻ ചോറ് ആവശ്യം കൂടുതൽ എല്ലാവരും ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി കൂട്ടിയാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. അല്ലേ? നീ പറ, ആണോ അല്ലേ? ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കി വേണം എല്ലാവർക്കും പ്രശ്നം. പുറത്തുണ്ടായി കഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ ആ ചോറിന്റെ പയറെന്ന് പറഞ്ഞ സാധനം ആ പ്ലേറ്റിൽ കാണാനുണ്ട്.
പിന്നെയും എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് സാബുമാന് ഈ ജിമ്മിന്റെ ഒരു ഇതുള്ളത് കൊണ്ട് അധികം പ്രോട്ടീൻ, അതായത് ചോറ് കുറച്ചിട്ട് പ്രോട്ടീൻ അധികം കഴിക്കണം. അതിന്റെ പേരിലാണ് ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നതെന്നാണ് എന്റെ ഒരു ഇത്. കാരണം സാബുമാനാണ് ഇതിപ്പോ തുടങ്ങി വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നല്ലതാണ് സാബുവാൻ പ്രോട്ടീൻ കഴിക്കണം എന്നുള്ള ഇതില് വീണ്ടും പയറ് ചോദിച്ചതിന്റെ പിറകെ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇപ്പൊ എവിടൊക്കെയോ എത്തിയേക്കുന്നത്. ഞാൻ വിളമ്പും. അനുമോൾ ഉണ്ടാക്കാൻ ഇറങ്ങി എനിക്ക് വിളമ്പാൻ അറിയാം. അവള് ആദിലാണെങ്കിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വിളമ്പാൻ അറിയാം. അവസാനം ആ കറിയൊക്കെ തെറിച്ച് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് ഇവരുടെ പിടിവലി കാരണം. അടുത്ത വാശിക്ക് അനുമോള് വേറെ കയ്യിലെടുത്തിട്ട് ഫുഡ് വിളമ്പും, ആദില് വേറെ ഒന്നും എടുത്തിട്ട് വിളമ്പും. എനിക്ക് ചോറ് വേസ്റ്റ് ആവും എന്നുള്ളത് കൊണ്ടാണ്. കാരണം ചോറിന്റെ കൂടെ കറി ഇല്ലാണ്ട് ആൾക്കാർ കഴിക്കത്തില്ല. വെറും ചോറ് കഴിക്കുന്ന ആൾക്കാർ കുറവാണ്. ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ആ ചോറിന്റെ കൂടെ കുറച്ച് കറിയും കൂടെ ബാക്കി വെച്ചേക്കുന്നേ. എനിക്കൊന്ന് ഇന്ന് ആകെ ഒരു കറിയേ ഉള്ളൂ, പിന്നെ അതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ടും കൂടി ആയിരിക്കും എല്ലാവർക്കും ഇത്ര പ്രഷർ പൊട്ടിക്കുന്നത്. പിന്നെ സാബുമോന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, സാബുമോന് പ്രോട്ടീൻ കൂടുതൽ കഴിക്കണം. അതും കൂടെ ആയപ്പം ഗുദാഹവ എല്ലാം കൂടെ പൊരിഞ്ഞ് അടി തല്ല് വഴക്ക്. അതും കിച്ചണിൽ കിടന്നിട്ടാണെന്നും കൂടെ ആലോചിക്കണം. പരസ്പരം പൊരിഞ്ഞാടി. അതിനിടയ്ക്ക് അക്ബർ കഴിഞ്ഞ പ്രാവശ്യം മോഹൻലാലിന്റെ എപ്പിസോഡില് അനുമോളെ ചോറ് ബാക്കിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പ്രദർശിപ്പിച്ചില്ലായിരുന്നു. അതൊക്കെ എടുത്തിടുന്നുണ്ട്. അത് അനുമോള് ചോദിച്ച് മേടിക്കുന്നതാണ്. കാരണം അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ അതിനേക്കാൾ ഇരട്ടിയായിട്ട് അനുമോൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ചില സമയങ്ങളിൽ അനുമോളുടെ പെരുമാറ്റത്തിൽ. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വഴക്കിന്റെ കാര്യങ്ങള്. ഇതിന്റെ ഇടയിൽ അതിൽ അനുമോൾക്ക് ഇട്ടിട്ടും അതിന്റെ കൂടെ അനീഷിന് ഇട്ടിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ കുത്തുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അനുമോള് അനീഷിന് കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ശരി എന്നാ.